പക്ഷെ അപ്പോഴും ഇന്ന് 11 മണിക്ക് കുറേയേറെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ബി.ജെ.പിയിലേക്ക് പോകും എന്ന് സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനാണ് അഭിപ്രായപ്പെട്ടത്. അദ്ദേഹം വിശദമായി തന്നെ ഇപ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകരെയൊക്കെ ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട്. അതിലൊരാളുടെ പേര് പുറത്തു വന്നു കഴിഞ്ഞു. പത്മിനി തോമസ് ആണ്. നേരത്തെ കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. അവർ സ്പോർട്സ് കൗൺസിലിന്റെയൊക്കെ പ്രസിഡന്റായിരുന്ന പത്മിനി തോമസ്. മറ്റു ചില പേരുകളും അന്തരീക്ഷത്തിലുണ്ട്. പ്രിന്റോ, ഇങ്ങനെ ഈ നേതാക്കളെ അടർത്തിയെടുത്ത് പാർട്ടിയിൽ എത്തിക്കാതെ ഒരു സീറ്റെങ്കിലും കേരളത്തിൽ ലഭിക്കില്ല എന്നാണോ? സ്വന്തം പ്രവർത്തനം കൊണ്ട് ഈ മോദിയുടെ ഒരു പ്രഭാവം കൊണ്ട് മാത്രം കേരളത്തിൽ ഒരു സീറ്റ് പിടിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സീറ്റിലേക്ക് എത്തില്ല എന്ന ഒരു ബോധ്യം ബി.ജെ.പിക്കുണ്ടോ? അതുകൊണ്ടാണോ കൂടുതൽ നേതാക്കളെ അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്? അങ്ങനെ നേതാക്കളെ ഇങ്ങോട്ട് എത്തിക്കുന്ന പ്രസ്ഥാനമല്ല ബി.ജെ.പി. സ്വാഭാവികമായിട്ട് ഈ കോൺഗ്രസിൽ മനമെടുത്ത്, ഈ നേതൃത്വത്തിൽ മനമെടുത്ത് ബി.ജെ.പിയിൽ ആളുകൾ വരാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് അവരെ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ ഇപ്പൊ പത്മജ വേണുഗോപാലും പത്മജ തോമസും ഒക്കെ, പത്മിനി തോമസും ഒക്കെ ബി.ജെ.പിയിലേക്ക് വരുന്നത്. ഇനിയും ഒരുപാട് ആളുകൾ വരാൻ തയ്യാറായി നിൽക്കുന്ന സാഹചര്യമാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള 10 വർഷത്തെ വികസന നേട്ടങ്ങൾ, ഈ രാജ്യത്തിലെ അടിസ്ഥാന ജനവിഭാഗത്തിന് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ, സമസ്ത മേഖലയിലും ഈ രാജ്യം പുരോഗതിയിലേക്ക് പോകുന്ന സമയത്ത് എല്ലാ ആളുകൾക്കും, ഇപ്പൊ കോൺഗ്രസ്സുകാരനല്ല കമ്മ്യൂണിസ്റ്റുകാരനല്ല, എല്ലാവർക്കും ബി.ജെ.പിയിൽ ചേരാനുള്ള താല്പര്യം തോന്നുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു രാജ്യത്തിന്റെ നീക്കുപോക്കായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നോക്കൂ, അത് കേരളത്തിൽ മാത്രമല്ലല്ലോ. നിങ്ങൾ നോക്കൂ, ഉത്തരേന്ത്യയിലായിക്കോട്ടെ കോൺഗ്രസിന്റെ 7ഓളം മുഖ്യമന്ത്രിമാർ ഇന്ന് ബി.ജെ.പിയിൽ ചേർന്ന സാഹചര്യമുണ്ട്. 200ഓളം എം.എൽ.എമാർ ബി.ജെ.പിയിൽ ചേരുന്ന സാഹചര്യമുണ്ട്. എം.പിമാർ അടക്കം ബി.ജെ.പിയിൽ ചേരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ബി.ജെ.പിയിൽ ഞങ്ങൾ ആരെങ്കിലും അടർത്തിയെടുത്തുകൊണ്ട് ഭരിക്കുന്ന ഒരു പാർട്ടിയൊന്നുമല്ല ഞങ്ങളത്. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കൾ വന്നാലും വന്നില്ലെങ്കിലും വിജയിക്കാൻ പോകുന്ന പ്രസ്ഥാനം ബി.ജെ.പിയാണ്. പക്ഷെ സ്വാഭാവികമായിട്ട് അടിസ്ഥാനപരമായി കോൺഗ്രസിന് എല്ലാ കാലഘട്ടത്തിലും പ്രവർത്തിക്കുകയും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ നിരാശപ്പെടുന്ന ഒരു പറ്റം പ്രവർത്തകരും അണികളും കോൺഗ്രസിനകത്തുണ്ട്. സ്വാഭാവികമായിട്ട് അത് നോക്കൂ, നേരത്തെ ഈ വസന്ത് ഈ കോൺഗ്രസ് ബി.ജെ.പിയുടെ ചെറിയ ചെറിയ അസ്വരസ്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ സ്വന്തം പ്രതിപക്ഷ നേതാവിനെ തെറിയഭിഷേകം നടത്തിയിട്ട് അഭിസംബോധന ചെയ്യുന്ന കെ.പി.സി.സി പ്രസിഡന്റാണ് വസന്തിന്റെ പാർട്ടിക്കുള്ളത്. അപ്പോൾ തന്നെ അറിയാമല്ലോ ഇവരുടെ പരസ്പര ബന്ധം. രണ്ടുപേരും ഒരുമിച്ച് ജാഥ നടത്തിയ ആളുകളാണ്. നിങ്ങൾ നോക്കൂ, കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായിരുന്ന വി എം സുധീരൻ, അദ്ദേഹം എവിടെ? നിങ്ങൾ അദ്ദേഹത്തെ കാണുന്നുണ്ടോ? നിങ്ങൾ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പറയും. പൊതുവെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ആദർശ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ടാണ് മുല്ലപ്പള്ളിയെയും വി എം സുധീരനെയും ഒക്കെ നമ്മൾ കാണുന്നത്. എ കെ ആന്റണിയെ പോലുള്ള പരിണതപ്രജ്ഞനായിട്ടുള്ള അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. കേരളത്തിലെ ജനങ്ങൾ അഭിസംബോധന ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം എവിടെ? ഇങ്ങനെ നോക്കൂ, അങ്ങനെ എണ്ണമറ്റ നേതാക്കൾ ഇന്ന് കോൺഗ്രസിന്റെ ഈ നേതൃത്വത്തിൽ മനമെടുത്തുകൊണ്ട് അവർ നിരാശരായി ഹതാശരായി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ആ സാഹചര്യത്തിൽ അവരെല്ലാം ബി.ജെ.പിയിലേക്ക് വരാനുള്ള തയ്യാറായി നിൽക്കുമ്പോൾ ഞങ്ങൾ അതിനെ എതിർക്കുന്നതിനാ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിയുടെ ആദർശത്തിൽ നരേന്ദ്രമോദിയിൽ വിശ്വസിച്ച് ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആരൊക്കെ വരാൻ തയ്യാറായിരുന്നാലും അത് രാജ്യവിരുദ്ധ ശക്തികൾ ഇപ്പോൾ തന്നെ നേതാക്കളുടെ ബാഹുല്യമുള്ള ഒരു പാർട്ടിയാണ്. പല ബി.ജെ.പിക്കാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇവരെല്ലാം കൂടി ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. കാരണം ഇത്രയധികം ആളുകളെ നിങ്ങളുടെ പാർട്ടി ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമം നടന്നാൽ വരാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ കാണും. അപ്പോൾ അവിടെ ഉള്ളവരുടെ കാര്യത്തെക്കുറിച്ച് കൂടി നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടി വരും. അങ്ങനെയൊന്നുമില്ല. രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇരുമ്പുലക്കൊന്നുമില്ലല്ലോ. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞത് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു സെമറ്റിക് കേഡർ സംവിധാനത്തോടു കൂടി എല്ലാ കാലഘട്ടത്തിലും ഒരു പ്രസ്ഥാനത്തിൽ തന്നെ ആളുകൾ നിൽക്കണം എന്നുള്ളതല്ലല്ലോ. ആരൊക്കെ വന്നാലും അവരെയൊക്കെ ഉൾക്കൊള്ളാനുള്ള സംഘടന സംവിധാനം ബി.ജെ.പിക്ക്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 തരത്തിലുള്ള ആളുകളേ ഉള്ളൂ. ഒന്ന് ഇന്നത്തെ ബി.ജെ.പിക്കാർ, മറ്റൊന്ന് നാളത്തെ ബി.ജെ.പിക്കാർ. ഈ നാളത്തെ ബി.ജെ.പിക്കാരും സ്വാഭാവികമായിട്ടും മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകളാണ്. അവർ സ്വാഭാവികമായി ബി.ജെ.പിയിലേക്ക് വരുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പൊ അതുകൊണ്ട് ആരെയും വിലക്കുകയില്ല, ആരോടും പ്രീണനവുമില്ല. എല്ലാവരെയും ബി.ജെ.പിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നരേന്ദ്രമോദിയെയും ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെയും ഐക്യത്തെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ആളുകളെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അല്ലാതെ രാജ്യദ്രോഹികളെയും രാജ്യവിരുദ്ധ ശക്തികൾക്കും ഈ ബി.ജെ.പിയിൽ ഇടമുണ്ടാകുമെന്നും ആരും കരുതരുത്.